മീനും കഴുകി എടുത്തിട്ടുണ്ട്. കപ്പ അരിഞ്ഞ് റെഡിയാക്കി കഴുകി മുട്ടപ്പനാക്കിയിട്ടുണ്ട്. 2 സവാള, 2 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, വെളുത്തുള്ളി ഒരു 6 അല്ലി എടുത്തിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, തക്കാളി, ബാക്കിയുള്ളതെല്ലാം കൂടി കൊടുക്കാം. ഒന്ന് ഇളക്കി വാട്ടിയെടുക്കാം. ഇതിലും മസാലപ്പൊടി ഇട്ടിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ നമുക്ക് അടിക്ക് പിടിക്കാണ്ട് എടുക്കാം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് കപ്പ നമുക്ക് മിക്സ് ചെയ്തിട്ട് പുഴുങ്ങാൻ വെക്കാം. അത് നമുക്ക് മോദ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കാം. നമുക്ക് കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആഹാ, അടിപൊളി, സൂപ്പർ. മീനെടുക്കട്ടെ. മീനൊരു 2 കഷ്ണം, കുറച്ച് കപ്പ ഗ്രേവിയോടെ എടുത്താലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 2-3 കപ്പയും കൂടെ എടുത്തിട്ട് കുറച്ച് ഗ്രേവി എടുത്തിടാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആഹാ, അടിപൊളി. 2 പപ്പടവും കൂടെ വെക്കാം. 2 പപ്പടവും കൂടെ വെച്ചിട്ട് കപ്പയിട്ട മീൻകറി ഇങ്ങനെ കഴിച്ചു നോക്കാം. പപ്പടമൊക്കെ ഇട്ട് പൊടിച്ചിട്ടേ കപ്പയും കൊള്ളാം. കപ്പ വേവിച്ച് ഉടച്ച് കളയരുത്. അപ്പം ഇത് കഴിച്ചു തീർക്കല. അടുത്ത വീഡിയോ ഓക്കെ.